ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. അപ്പേ നമുക്കിന്ന് കൊഴുവ മീൻ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കറി വയ്ക്കാം. 1 കിലോ ഉണ്ട് കേട്ടോ. കുറച്ച് കറി വയ്ക്കാം, കുറച്ച് വറക്കുകയും ചെയ്യാം. അതിൽ ഞാൻ കറി വയ്ക്കണത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താ പറയണേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് എറണാകുളം ഭാഗത്തേക്കൊക്കെ കൊഴുവ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നാക്കി എടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ മീനൊക്കെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് 1 കിലോ മീനാട്ടോ. ഇതിന് ഞാൻ പകുതി എടുത്തിട്ടാണ് വെക്കുന്നുള്ളൂ, ബാക്കി വറക്കാനുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. മീൻകറിക്ക് ആവശ്യമായ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഉരുന്ന് അരിഞ്ഞാട്ടോ ഞാൻ ഇട്ടേക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചിടാം. വെളുത്തുള്ളി നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, ചേർത്തില്ലാന്നൊത്ത് കുഴപ്പമില്ല. കറിവേപ്പിലയും പച്ചമുളക് ഇഞ്ചി മാത്രം ഇട്ടിട്ടും ഈ കറി വയ്ക്കാം കേട്ടോ. മീൻകറി പല രീതിക്കും വയ്ക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ നല്ല ഐറ്റം വേണം. പുളിക്ക് ആവശ്യമായ കുടംപുളി എടുത്ത് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെടുക്കുന്ന മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം കേട്ടോ എടുക്കാൻ. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടായിട്ട് അരച്ചേക്കണം, ആ വെള്ള കളറിങ്ങ് പോകാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാൻ വേറൊരു ഐറ്റം ചേർത്തിട്ടുണ്ട്. അത് ഞാൻ എന്താണെന്ന് പറയാം. അപ്പോൾ ഈ മീനിൻ്റെ ഹൈലൈറ്റ് അതാട്ടോ. ആ പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ. മീൻകറിക്ക് പ്രത്യേക ഒരു മണമായിരിക്കും. അതെന്താണ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ മീൻകറി റെഡിയാക്കാം. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായി വരട്ടെ. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പുറത്ത് നല്ല മഴയാട്ടോ, അത് കാരണം സൗണ്ട് ഉണ്ടാവും മഴയുടെ. ഞാൻ ഇത് ഡയറക്റ്റ്ലി ഇപ്പോൾ തന്നെ വോയിസ് കൊടുക്കുകയാണ്, പിന്നീട് വോയിസ് കൊടുക്കാൻ സമയമില്ല. അപ്പോൾ നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ആ ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. നമുക്ക് ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കണ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ തക്കാളി ചേർക്കുന്നില്ല. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് ഇഞ്ചി പച്ചമുളക് ഒന്ന് മൂത്ത് വരണ്ട കേട്ടോ, തേങ്ങ അരച്ച് വെക്കാനുള്ളതല്ലേ. ഇതും അങ്ങനെ തന്നെ ഒരുപാടങ്ങ് മൂത്ത് വരണ്ട. അതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. മുളക് പൊടിയൊക്കെ അങ്ങ് ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ കറുത്ത് പോവും കറി. നമുക്കിനി അതിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം. ഇത് തേങ്ങ അരച്ചത്. ഈ തേങ്ങയിലേക്ക് ഞാൻ ചേർത്തേക്കുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അതാണ് മല്ലിപ്പൊടി. നമ്മൾ തേങ്ങ അരച്ച് കറി വയ്ക്കുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് കറി വയ്ക്കണം കേട്ടോ. തേങ്ങ അരയ്ക്കുമ്പോൾ, പച്ചയ്ക്ക് തേങ്ങ അരച്ച് മീൻകറി വയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, കറിക്ക് പ്രത്യേക രുചിയാട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനപ്പോൾ ഇതൊന്ന് കഴുകിയൊക്കെ ഒന്ന് ഒഴിക്കട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ തേങ്ങയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പേ ഇടണുള്ളൂ. ഞാൻ തേങ്ങ അരയ്ക്കാൻ നേരത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തായിരുന്നു, തേങ്ങയൊന്ന് വേഗം അരഞ്ഞ് കിട്ടാൻ വേണ്ടി. തേങ്ങ വേഗം അരഞ്ഞ് കിട്ടാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. തേങ്ങയിലേക്ക് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് അരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെക്കുന്ന തേങ്ങ അരഞ്ഞ് കിട്ടും. നമുക്ക് ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ, എന്നിട്ട് വേണം മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ. നമുക്ക് അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മീനാട്ടോ വെക്കണുള്ളൂ, ബാക്കി നമുക്ക് പൊരിക്കാനെടുക്കാം. അപ്പോൾ മീൻകറിയൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന്
ഇളക്കരുത്, ഒന്ന് പയ്യെ ഇതുപോലെ ഒരു തുണി കൂട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാമെന്നുള്ളൂ കേട്ടോ. ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് കുറച്ചുകൂടെ ചാറൊന്ന് വറ്റി വരട്ടെ. ഇളക്കിയാൽ ചിലപ്പോൾ കൊഴുവല്ലേ ഒന്നുകൂടി പൊടിഞ്ഞു, അപ്പോൾ ഒന്നുകൂടി കുറച്ചുകൂടി ചാറ് വറ്റി. മീൻകറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി താളിച്ച് ഊറ്റാം കേട്ടോ. ഞാനതൊന്നും ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ മീൻകറി എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് അരച്ച് നോക്കൂ. നല്ല മീൻ തിളയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.